Very good morning to all. So, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൺജനീറ്റൽ ഹിപ്പ് ഡിസ്പ്ലാസിയാണ് പഠിച്ചിട്ടിരുന്നത്. അതിൽ തന്നെ അസസ്മെൻറ്റിൽ 3 മെത്തേഡ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരുന്നു. ദാറ്റ് ഈസ് ലുക്കിംഗ് ഫോർ അസമെട്രിക്കൽ സ്കിൻ ഫോൾസ്, ലുക്കിംഗ് ഫോർ എ വിസിബിൾ പെരിനിയം ആസ് വെൽ ആസ് അലീസ് സൈൻ ഓർ ഗാലീസീസ് സൈൻ. ഈ 3 ടെസ്റ്റുകളും എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓർമ്മയില്ലാത്തവർ ഒന്നുകൂടെ മറിച്ച് നോക്കുക. വിൽ കണ്ടിന്യൂ വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ അസസ്മെൻറ്റ്. ഇനി അടുത്ത മെത്തേഡാണ് ഓട്ടോലാനി മാനുവൽ. ഓട്ടോലാനി മാനുവറിൽ ഇത് യൂഷ്വലി കുഞ്ഞു കുട്ടികളിൽ ന്യൂ ബോൺസിൽ കൺജനീറ്റൽ ഹിപ്പ് ഡിസ്പ്ലേസിയ ഉണ്ടോ എന്ന് അറിയാനായിട്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ആൻഡ് ഹിയർ ദ സ്പെസിഫിക് തിങ് ഇസ് ഹൗ വി ഹോൾഡ് ദ ലെഗ്സ് ഓഫ് ദ ചൈൽഡ്. കുട്ടിയുടെ കാലം എങ്ങനെയാണ് പിടിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, the tibia and the femur that is held in one hand, the middle finger is placed over the lateral aspect at the level of the greater trochanter, and the thumb is placed on the medial aspect of the upper thigh opposite to the lesser trochanter, and the thighs are placed in mid abduction. So ഇപ്പോൾ ഒന്നും മനസ്സിലായിട്ടില്ല എന്നറിയാം, പടം കാണുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. So here we have the picture and this is the way we hold the child. അപ്പോൾ കുട്ടിയുടെ കാലുകൾ ഓരോ കൈയിലും കുട്ടിയുടെ ഓരോ കാലാണ് നമ്മൾ പിടിക്കുക. സോ ദ ചൈൽഡ്സ് ലെഗ്സ് ആർ ഹെൽഡ് ഇൻ വൺ ഹാൻഡ്. ഇനി നമ്മളുടെ മിഡിൽ ഫിംഗർ, ഈ മിഡിൽ ഫിംഗർ ഇസ് പ്ലേസ്ഡ് ഓവർ ദ lateral aspect of the greater trochanter. So greater trochanterന്റെ lateral aspectലാണ് middle finger place ചെയ്യുക. The thumb that is placed over the medial aspect of the upper thigh. നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതാണ് അപ്പർ തൈ. അപ്പർ തൈയുടെ മീഡിയൽ ആസ്പെക്റ്റിലാണ് നമ്മൾ തൈസ് പ്ലേസ് ചെയ്യുക. ആൻഡ് ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ദ ലെവൽ ഓഫ് ദ ഗ്രേറ്റർ ട്രൊക്കാൻഡർ. ട്രൊക്കാൻഡറിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് പിടിക്കുക. ഓക്കെ. ആൻഡ് കുട്ടിയുടെ കാലുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു മിഡ് അബ്ഡക്ഷനിലാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ഒന്നുകൂടെ ക്ലിയർ ആക്കാൻ ഒന്നുകൂടെ പറയാം. The child's legs are held in one hand of the examiner. The middle finger that is placed over the lateral aspect of the at the level of the greater trochanter, and the thumb that is placed over the medial aspect of the upper thigh opposite to the greater trochanter, and overall the child's legs are placed in mid abduction. ഇങ്ങനെ പിടിച്ചതിന് ശേഷം we will apply a force. So force നമ്മൾ അപ്ലൈ ചെയ്യുക. A forward pressure is applied and the knees are rocked laterally. നമ്മൾ കുട്ടിയുടെ കാലിലേക്ക് ഒരു ഫോർവേഡ് പ്രഷർ നമ്മളുടെ തമ്പും മിഡിൽ ഫിംഗറും ഒക്കെ ഉപയോഗിച്ച് അപ്ലൈ ചെയ്യും. ആൻഡ് ദ നീസ് ദാറ്റ് ഇസ് ട്രൈ ടു റോക്ക് ലാറ്ററലി. നീസിനെ ഒന്ന് ലാറ്ററലായിട്ട് കുലുക്കാനാണ് നമ്മൾ ശ്രമിക്കുക. ആൻഡ് if the femur is felt to be slipped forward in the acetabulum, it means that it is dislocated. So നമ്മൾ ഈ പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഫെമർ ഈ അസെറ്റാബുലത്തിൽ നിന്ന് സ്ലിപ്പായി വെളിയിലേക്ക് പോകുന്നു എന്ന് തോന്നുകയാണെങ്കിൽ we can say that the child has dislocation. So ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ഒന്നുകൂടെ പറയാം. Here the legs of the child are held in one hand. The thumb that is placed over the medial aspect of the upper thigh opposite to the greater trochanter. The middle finger that is placed over the lateral aspect at the level of the greater trochanter. And the child's legs are held in mid abduction. Thereafter we'll apply a forward pressure and the knees are rocked laterally. ഇതവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫോർവേഡ് പ്രഷറാണ്. അതുപോലെ തന്നെ നീസിനെ നമ്മൾ ലാറ്ററൽ ആയിട്ടൊന്ന് കുലുക്കാനാണ് ശ്രമിക്കുക. ആൻഡ് വെനെവർ വി ഡു ദിസ്, ഇഫ് യു ഫീൽ ദാറ്റ് ദ ഫെമർ സ്ലിപ്സ് ഔട്ട് ഓഫ് ദ acetabulum and we feel it out, we can say that the child's hips are dislocated. So this is Ortolani test. ഇനി ഒരു ടെസ്റ്റ് കൂടി ഉണ്ട്, ഇതേപോലെ തന്നെ ചെയ്യുന്നതാണ് ബാർലോസ് ടെസ്റ്റ്. സോ ബാർലോസ് ടെസ്റ്റിലും കുട്ടിയുടെ കാലുകൾ പിടിക്കുന്ന രീതി സെയിം ആണ്. അപ്പോൾ കുട്ടികളുടെ കാലുകൾ പിടിക്കുന്ന രീതി നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. The child's legs are held in one hand.
The thumb is placed over the medial aspect of the upper thigh, um, opposite to the greater trochanter. The forefinger or the middle finger of the child is placed on the lateral aspect at the level of the greater trochanter. The child's legs are kept in abduction, mid-abduction. Thereafter, we will apply a lateral pressure by the thumb and the knees are rocked medially. സോ ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരു ലാറ്ററൽ പ്രഷറാണ്, പക്ഷേ ഓർട്ടോലാനിയിൽ വി വിൽ അപ്ലൈ എ ഫോർവേഡ് പ്രഷർ. സോ ബാർലോസ് ടെസ്റ്റിൽ ഒരു ലാറ്ററൽ പ്രഷറാണ് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നീസിനെ മറ്റൊരുത്ത് റോക്ക് ചെയ്യുന്നത് ലാറ്ററലി ആയിരുന്നു, ഇവിടെ മീഡിയലായിട്ട് റോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, so here you can see, here we in Barlow's test we are applying a upward and upward pressure, അല്ലെങ്കിൽ we are applying a lateral pressure and the knees are tried to rock medially. ഇവിടെ നേരെ തിരിച്ച് we are applying a forward pressure and the knees are tried to apply rocked laterally. So, ഇങ്ങനെ ഒരു pressure apply ചെയ്യുമ്പോൾ if we feel that the femur head is pulled out of the acetabulum and slips back when the pressure is released, the hip is termed to be unstable. So, ഈ ഒരു pressure കൊടുക്കുന്ന സമയത്ത് നമ്മൾക്ക് femur head അസറ്റാബുലത്തിൽ നിന്ന് വെളിയിലേക്ക് വന്നതിന് ശേഷം ഈ പ്രഷർ റിലീസ് ആകുമ്പോൾ തിരിച്ചു പോകുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ we can say that the hip is unstable. Dislocated എന്നല്ല പറയുക, unstable ആണെന്നാണ് പറയുക. So here the impression is, if you feel that the femur is pulled out of the acetabulum and it goes back into the position when the pressure is released, we can say that the hip is unstable. യൂഷ്വലി ഈ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു ക്ലിക്ക് അല്ലെങ്കിൽ നമ്മുടെ കാലൊക്കെ ഞൊട്ട പൊട്ടുന്ന പോലെ ഒരു കുഞ്ഞൊച്ചയൊക്കെ കേൾക്കാം, ആൻഡ് ദാറ്റ് ഇസ് നോട്ട് കൺസിഡേർഡ് അബ്നോർമൽ. സോ ദിസ് ഇസ് ഓട്ടോലാനി ആൻഡ് ബാർലോസ് ടെസ്റ്റ്. ഇത് ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഓട്ടോലാനി ആൻഡ് ബാർലോസ് മാനുവൽ എന്ന് പറഞ്ഞ് ചോദിക്കുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഇത് പഠിച്ചിട്ട് തന്നെ ഇരിക്കുക. ഒന്നുകൂടെ പറയാം, ഓട്ടോലാനി ആൻഡ് ബാർലോസ് ടെസ്റ്റിൽ ഹോൾഡിംഗ് സെയിം ആണ്. അതായത് കുട്ടിയുടെ കാലുകൾ കയ്യിൽ ഓരോ കയ്യിലായിട്ട് പിടിക്കും. തമ്പ് മീഡിയൽ ആസ്പെക്ട് ഓഫ് ദ അപ്പർ തൈ ഓപ്പോസിറ്റ് ടു ദ ട്രൊക്കാൻഡർ. forefinger അല്ലെങ്കിൽ middle finger that is placed over the lateral aspect just at the level of the greater trochanter. The child's legs are held in abduction. Pressure apply ചെയ്യുന്ന രീതിയിലാണ് വ്യത്യാസം. In Otolani maneuver we will apply a forward pressure and the knees are rocked laterally. മറ്റൊരുത്ത് we will apply a lateral pressure and the knees are tried to rock medially. If in Otolani, if you feel that the acetabulum is slips out of the femur slips out of the acetabulum, we can say that the child has dislocation. In Barlow's test, if we feel that the femur head slips out of the acetabulum and then it goes back into the acetabulum when the pressure is released, we can say that the hip is unstable. So, ഈ രണ്ട് ടെസ്റ്റ് ന്യൂ ബോണിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു നോക്കുന്ന ഒരു ടെസ്റ്റാണ് in order to rule out an unstable hip or a congenital hip dysplasia. The next test is Trendelenburg test. So, Trendelenburg test എന്ന് പറയുന്നത് കുട്ടി നടക്കാൻ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ കുട്ടി നേരെ നിൽക്കാൻ തുടങ്ങുന്ന സമയം വരെ നമ്മൾ കൺജനീറ്റൽ ഹിപ്പ് ഡിസ്പ്ലാസിയ ഡിസ്കവർ ചെയ്തില്ലെങ്കിൽ ആ ഒരു സമയത്ത് ഇതുണ്ടോ, കൺജനീറ്റൽ ഹിപ്പ് ഡിസ്പ്ലേസിയ ഉണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ട് നമ്മൾ ചെയ്തു നോക്കുന്ന ടെസ്റ്റാണ് ട്രെഡലെൻബർഗ് ടെസ്റ്റ്. സോ ഇറ്റ് ഈസ് എക്സിബിറ്റഡ് വെൻ ദ ചൈൽഡ് സ്റ്റാർട്ട്സ് സ്റ്റാൻഡിങ്. ഇവിടെ നമ്മൾ കുട്ടിയോട് പറയുക നേരെ നിന്നിട്ട് ഓരോ കാല് പൊക്കി പിടിക്കാനാണ് പറയുക. സോ ഈ പടത്തിൽ കാണുന്ന പോലെ തന്നെ ഒറ്റ കാലയിൽ നിൽക്കാനാണ് കുട്ടിയോട് പറയുക. ആൻഡ് ദ ഒബ്സർവേഷൻ ഇസ്, if the child stands on a stable hip with the involved leg elevated,
the pelvis on the dislocated side rise.